ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ പൊട്ടറ്റോയും മുട്ടയും നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പം നമ്മൾ വേവിച്ചെടുത്ത പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു വലിയ സവോളയും ഒരു 3-4 പച്ചമുളക് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് എണ്ണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതും, ഇഞ്ചി വെളുത്തുള്ളി ഒരു 7 വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 തണ്ട് വേപ്പില കൈവച്ചൊന്ന് പിച്ചിയിടുന്നുണ്ട്. അതുപോലെ ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ആണ് നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങൾക്കത് ചേർത്ത് കൊടുത്താൽ മതി. ചതച്ചിട്ട് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി അങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുത്തുള്ളത് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ള കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദമാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചപ്പാത്തിയുടെ ആ ടെക്സ്ചർ പോലെയാണ്, ആ മാവില്ല ആ ടെക്സ്ചർ പോലെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ആദ്യം ചേർത്ത് കൊടുത്തിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ടീസ്പൂണും ഗോതമ്പ് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പലർക്കും മൈദ ഹെൽത്തി അല്ല എന്നുള്ളതുകൊണ്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മൈദ ഒഴിവാക്കാം. മൈദയാണ് ഒന്നും കൂടി ടേസ്റ്റി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മൈദ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ആട്ടമാവോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു പലകയുടെ, നമ്മൾ പരത്താനെടുക്കുന്ന പലകയുടെ മുകളിലേക്ക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു വലിയ ബോൾ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ആ പൊടിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് കൈൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പം നല്ലോണം തിന്നാവരുത്, നല്ലോണം തിക്കും ആവരുത്, ആ രീതിയിൽ വേണം നമ്മളിതിനെ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റി കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തത് പരത്തിയെടുക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് പരത്തിയെടുത്തതിനെ മാറ്റി കൊടുക്കുന്ന പാത്രത്തിലേക്ക് ഓയിൽ തടവാനായിട്ട് മറക്കരുത്. കാരണം നമ്മൾ പരത്തിയതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് പിന്നീട് അതിൽ എടുക്കുമ്പോൾ ഓയിൽ തടവില്ല വെച്ചെങ്കിൽ അത് എടുത്താൽ കിട്ടില്ല, അത് പൊട്ടിപ്പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാത്രത്തിൽ എന്തായാലും ഓയിൽ തടവണം. എന്നിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. ഇത് രണ്ടാമത്തെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അതിനെ ഒരു മുട്ടയെ 2 പീസാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്നാക്കിൻ്റെ എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ 4 പീസാക്കിയിട്ട്, ഒരു മുട്ട വെച്ചിട്ട് 4 പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ പിന്നെ അത്യാവശ്യം നല്ല വട്ടത്തിലാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിലിനിയും എണ്ണം കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ 6 പീസാക്കിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കണത് കേട്ടോ. 3 എഗ്ഗ് വെച്ചിട്ട്. അപ്പോൾ 6 സ്നേക്കാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 2 എണ്ണം കൂടെ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് പരത്തിയെടുത്തിട്ടുള്ള ഇല്ലേ, അതിൻ്റെ മുകളിലേക്ക് ആ മുട്ടയെ ഫുള്ളായിട്ട് കവറാകത്തക്ക രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്, 1/2 കിലോ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും വെച്ചിട്ട് ഞാനിത് 2 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച മുട്ടയും കൂടെ വെച്ചിട്ട് 11 സ്നാക്കാണ് ഞാനിത് വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 തവണ ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാ ഭാഗത്തേക്കും നമ്മൾ എഗ്ഗിൻ്റെ മുകളിൽ കവറാവാത്തക്ക രീതിയിൽ കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കത്തിയുടെ മുകളിലേക്ക് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് ആ എഗ്ഗിനെ ഒരു അടയാളം വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട്. പിന്നെ മല്ലിയിലയും വേപ്പിലയും 2ഉം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2ഉം ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ നേരത്തെ അത് പറയാൻ മറന്നു, അതാണിപ്പോൾ
പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ കത്തിയുടെ മുകളിൽ ഓയിൽ പരട്ടി കൊടുത്തില്ല വെച്ചെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ആ മൈദയിൽ കിടന്നിട്ട് കത്തിയും മൈദ ഒട്ടിപ്പിടിക്കുന്നല്ലാതെ ഇത് മുറിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിനെ ഓരോ പീസ് എടുത്തതിന് ശേഷം കൊണ്ട് നമുക്കൊന്ന് ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അരുകൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കൈ വെച്ചിട്ട് 4 സൈഡും ഒന്ന് വൃത്തിക്കാക്കിയിട്ട് കൊടുക്കാം. ഒന്നൊരു ഫിനിഷിങ് പോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാമെന്ന് മാത്രം. എന്നിട്ട് നമുക്കിനി ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണിത് ചെയ്യാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ കൊടുക്കുന്ന വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഉണ്ടാക്കാറുള്ളൊരു വിഭവം ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗസ്റ്റിൻ്റെ മുമ്പിലൊക്കെ നമ്മൾക്കൊന്ന് ഷൈൻ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ പുതിയ പുതിയ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അവർക്ക് കഴിക്കാനും ഇഷ്ടമാവും. അപ്പോൾ ഇതാ നമുക്ക് ഇനിഇത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേവാനായിട്ട് അത്ര വലിയ സമയമൊന്നും ആവശ്യമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി കുക്കഡാണ്, മുട്ടയൊക്കെ. പക്ഷേ നമ്മൾ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ മാവ് വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമും ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിതിന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സ്നാക്കൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.